വിഷമേറ്റ് ജീവൻ വെടിയുകയാണ് മനുഷ്യർ. കണ്ണൂരിലും ഇടുക്കിയിലുമായി 2 പേരാണ് ഇന്ന് മാത്രം പാമ്പുകടിയേറ്റ് മരിച്ചത്. പഠിച്ചോനെ, പണ്ടൊക്കെ എപ്പോഴെങ്കിലൊക്കെയാണ് ഒരു പാമ്പ് അടിച്ച് മരിച്ചിരിക്കുന്നു കേൾക്കല്. ഇപ്പം പാമ്പിനൊക്കെ എന്താ ടാർഗറ്റ് ഉണ്ടോ? നിരത്തി കടിച്ചങ്ങ് അച്ചീവാകാൻ. ചേച്ചി, ഞാൻ നമ്മളെ സർക്കാരിന്റെ പുതിയ പദ്ധതിയായ പാമ്പ് കടി ഇതര സംരക്ഷണ യോജന എന്ന പദ്ധതിന്റെ ഭാഗമായിട്ട് വന്നാണ്. അയ്യോ, ഞാനിപ്പൊ പാമ്പ് കടീനെ പറ്റി വിചാരിച്ചിരിക്കാള്ളൂ. അപ്പോഴത്തേക്ക് നമ്മളെ സർക്കാർ ആ പദ്ധതി ഇറക്കിയോ? നമ്മളെ സർക്കാർ ഒരു കാര്യല്ലേ. അതായത് ഞങ്ങൾ ഇതുപോലത്തെ ഓടിട്ട വീടുകളാണ് പ്രത്യേകം ടാർഗറ്റ് ചെയ്യുന്നത്. ഇതിന്റെ കയ്യാലേന്റെ പുറത്തൊക്കെ പാമ്പ് ഒളിച്ചിരിക്കുകയാണെങ്കിൽ കാണാൻ പറ്റിയല്ല. അപ്പൊ ഇത് കയറി പരിശോധിക്കാനുള്ള സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയ ആൾക്കാരാണ് ഞങ്ങള്. അപ്പൊ ഞാനും കയറി പരിശോധിച്ചോട്ടെ. അതിനെന്താണ്, നീ കയറി നോക്കിക്കോ, സർക്കാരിന്റെ ഒരു പദ്ധതിയല്ലേ. അല്ലേ ചേച്ചി, ആ അടുത്ത വീട്ടിലെ ആളില്ലേ, അവിടെ ഫുള്ള് അടച്ചെടുക്കല്ലോ. മോനെ, ഓൾക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു കല്യാണം ഉണ്ട്. അതിനിപ്പോഴേ കൂടും കുറുക്കെല്ലാം എടുത്ത് അങ്ങ് പോയിക്ക്. അങ്ങനാ? അതേനെ പാമ്പ് കടിക്കുമെന്ന് ഇനി വിചാരിക്കണ്ട. അഥവാ പാമ്പ് കടിച്ചാൽ തന്നെ ആ പാമ്പിന്റെ വിഷം തീർന്നിട്ട് ഓളെ എടുത്ത് വന്ന് റീചാർജ് ചെയ്യാൻ വന്നതാന്ന് വിചാരിച്ചാ മതി. ശരി ചേച്ചി, എന്നാ ഞാൻ പാമ്പുണ്ടോ നോക്കട്ടെ. എന്നാ ശരി. ചേച്ചി ഇവിടെ നിന്നോ, ഞാൻ കേറി നോക്കട്ടെ. അല്ലാനെ എന്തേലും കാണുന്നുണ്ടോ? ഉണ്ട് ചേച്ചി, വലിയൊരു മൂർഖനുണ്ട് പെറ്റെടുക്കുന്നത്. എന്താ അമ്മ നിങ്ങൾ പുറത്തിറങ്ങിക്കുന്നത്? സർക്കാരിന്റെ ഒരു യോജനക്കാരുണ്ട് മോനെ, അത് പാമ്പിന് പിടിക്കാൻ കയറിയേക്ക്. പാമ്പിനെ പിടിക്കാനോ? എന്നാ ഞാനൊന്ന് നോക്കട്ടെ. മൂർഖനാ മോനെ പെറ്റെടുക്കുന്നത്, അല്ല എന്റെ കെട്ടിയോളല്ല. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾക്ക് സമാധാനമായല്ലോ. ഇവിടെ യോജനക്കാരൻ വന്നിട്ട് സ്വർണ്ണം പണം ഒക്കെ എടുത്ത് ഇവിടെ മുങ്ങിക്ക്. ഓ എന്റെ അമ്മേ, കള്ളന്മാരായാൽ കാലത്തിനനുസരിച്ച് അപ്ഡേഷൻ ആണോ? ഈ പ്രാവശ്യം പാമ്പിനെ കൊണ്ട് ഞാൻ കുറച്ച് നേടി. എന്നോടാ കളി.